ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ ആയ ബിഗ് ബോസ് മലയാളത്തിൽ ഇപ്പോഴിതാ 7ാമത്തെ സീസണാണ് നടക്കാൻ പോകുന്നത്. നിലവിൽ പ്രൊമോ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷകരെല്ലാം ആകാംക്ഷയോടെ കാണാൻ കാത്തിരിക്കുകയാണ്. ഇപ്പോഴാണ് ആദ്യത്തെ ബിഗ് ബോസ് വീട്ടിലെ എൻട്രി, അല്ലെങ്കിൽ ബിഗ് ബോസ് വീടിന്റെ ഇത്തവണത്തെ ലുക്ക്, ഈവൻ ലാലേട്ടന്റെ ലുക്ക് വരെ ഓരോ പ്രേക്ഷകരും സ്വപ്നം കണ്ടു തുടങ്ങി. കഴിഞ്ഞ സീസൺ പോലെ ഈ സീസണും 24 മണിക്കൂറും ഷോ നമുക്ക് കാണാൻ സാധിക്കും. അത് ജിയോ ഹോട്ട്സ്റ്റാറിലായിരിക്കും. അപ്പോൾ പുതിയൊരു വിശേഷം എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ ബിഗ് ബോസ് സീസൺ 7 വരുമ്പോൾ ലാലേട്ടന് മാറ്റമൊന്നുമില്ലെങ്കിലും നമ്മുടെ ബിഗ് ബോസ് മാറുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രേക്ഷകർ ബിഗ് ബോസിനോട് കൂടുതൽ അടുക്കാൻ കാരണം തന്നെ ബിഗ് ബോസിന്റെ ആ ഒരു ശബ്ദമാണ്. എന്നാൽ ബിഗ് ബോസിന് ശബ്ദം നൽകുന്നത് ആരാണെന്ന് അധികം ആർക്കും അറിവുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് തന്നെ ബിഗ് ബോസിനെ മാറ്റണോ എന്നാണ് ചോദിക്കുന്നത്. ശബ്ദത്തിന് എന്തെങ്കിലും ചേഞ്ച് വരുമോ എന്ന ചോദ്യവുമായി ഏഷ്യാനെറ്റ് ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടെ എല്ലാവരും, ഓൾമോസ്റ്റ് എല്ലാ പ്രേക്ഷകരും നിരാശരായിരിക്കുകയാണ്. എന്താണ് ശരിക്കും ബിഗ് ബോസ് ടീം പ്ലാൻ ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ ബിഗ് ബോസിന്റെ ശബ്ദത്തിന് പിന്നിൽ രഘുരാജ് എന്ന വ്യക്തിയാണ്. ഇദ്ദേഹമാണോ ശരിക്കും ബിഗ് ബോസ് എന്ന് ചോദിച്ചാൽ, ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല. അതിപ്പോൾ ഈ ശബ്ദം നൽകുന്ന രഘുരാജുമല്ല, അതൊരു കൺസെപ്റ്റ് ആണ്. ബിഗ് ബ്രദർ എന്ന പേരിൽ നെതർലൻഡിൽ നിന്നുമാണ് ബിഗ് ബോസ് ഷോ തുടങ്ങുന്നത്. ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഇതിന്റെ പേര് ബിഗ് ബോസ് ആയി. അദൃശ്യനായി ശബ്ദം കൊണ്ട് മത്സരാർത്ഥികളെ നിയന്ത്രിക്കുന്നതാണ് പരിപാടിയുടെ ആശയം. അത് പല ഭാഷകളിലും പല വ്യക്തികൾ ശബ്ദം കൊടുക്കുന്നുണ്ട്. മലയാളത്തിൽ റേഡിയോ ജോക്കിയായിരുന്ന രഘുരാജ് ആയിരുന്നു ശബ്ദം കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ പെട്ടെന്ന് ഈ ഒരു ശബ്ദത്തിന് മാറ്റം സംഭവിക്കുമോ? അങ്ങനെ പെട്ടെന്ന് ഈ ഒരു സീസണിൽ നമ്മൾ കേട്ടു പഴകിയ ഈ ഒരു ശബ്ദം മാറിയാൽ ഉറപ്പായും നമ്മൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ്. എന്താണ് നിങ്ങളുടെ അവസ്ഥ? നിങ്ങൾക്ക് ബിഗ് ബോസ് ശബ്ദം മടുത്തോ? മാറ്റണമെന്നാണോ നിങ്ങളുടെ അഭിപ്രായം? എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട്, സീരിയൽ ഗ്രാൻഡ്മയെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ കമന്റ്സുകൾ പറയുക. ബൈ.